ഹലോ. അപ്പോൾ ഇന്ന് നമുക്കില്ലേ മീനൊന്ന് പൊള്ളിച്ചെടുത്താലോ? ഏത് മീനും ഈ രീതിയിൽ പൊള്ളിച്ചെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അത് അയില ആയിക്കോട്ടെ, ഇനിയിപ്പം മത്തി ആയിക്കോട്ടെ. നമുക്ക് ഈ വലിയ മീൻ തന്നെ പൊള്ളിച്ചെടുക്കണം എന്നില്ല കേട്ടോ. നമുക്ക് ഏത് മീനും ഈ രീതിയിൽ പൊള്ളിച്ചെടുക്കാം, നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇവിടെ ഇന്ന് മീൻ വാങ്ങിയ സമയത്ത് പുഴ മീനാട്ടോ, നമ്മുടെ ബിലേപ്പി എന്നൊക്കെ പറയില്ലേ, ആ മീനാണിത്. ഈ മീൻ നിങ്ങളുടെ നാട്ടിലെന്താ പറയുകയെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ മീനെ ഞാൻ എടുത്തിട്ടുള്ളത്, അത് നല്ല ഫ്രഷ് മീനാട്ടോ കിട്ടിയത്. അപ്പോൾ അതിന്ന് ഒന്ന് എടുത്തിട്ടാട്ടോ ഞാൻ പൊള്ളിക്കുന്നത്. അപ്പോൾ ആ ഒരു മീനെടുത്തിട്ട് നല്ല പോലെ ക്ലീൻ ആക്കിയിട്ടാണ് നമുക്കിങ്ങനെ വരഞ്ഞു കൊടുക്കുക. ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നതിനാ വെച്ചാൽ നമ്മൾ ഈ മസാല തേച്ച് പിടിപ്പിച്ച് വെക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ല പോലെ ഇറങ്ങിക്കോളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് വരഞ്ഞു കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും മീൻ പൊള്ളിച്ചത് കഴിക്കണം തോന്നുന്ന സമയത്ത് ഈ ഒരു രീതിയിലാട്ടോ പൊള്ളിക്കുക. നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ മസാലയ്ക്കിട്ടോ. ഇതിൻ്റെ മസാലയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അതും ഞാൻ എപ്പോഴും വലിയ മീൻ എടുക്കില്ല, ഈ അയിലയൊക്കെ കിട്ടില്ല, അയിലയാണ് ഞാൻ അധികവും ചെയ്യാറ്. അപ്പോൾ ഇന്ന് പിലേപ്പി കിട്ടിയപ്പോൾ പിലേപ്പിയിൽ ചെയ്യാൻ വിചാരിച്ചു. നമുക്കിങ്ങനെ വലിയ മീൻ പണ്ടേ നമ്മൾ ഈ കാണുമ്പോൾ വലിയ മീനാകുമ്പോൾ ഒരു ഗുമ്മല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വലിയ മീൻ തന്നെ പൊള്ളിക്കുന്നത്. നമുക്ക് നമ്മുടെ ഏത് മീനിൽ വേണമെങ്കിലും ഇങ്ങനെ ചെയ്തെടുക്കാം, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ച് മസാല തയ്യാറാക്കാം അതിലേക്ക്. അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെ ഇട്ട് കൊടുക്കുന്നത് നോക്കാം. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/2 സ്പൂൺ ഉപ്പ്, പിന്നെ 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉലുവപ്പൊടി കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 2 സ്പൂൺ നാരങ്ങാ നീര്, അതുപോലെ കുറച്ച് പച്ച വെളിച്ചെണ്ണ. ഇതൊക്കെ ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. വെളിച്ചെണ്ണ തന്നെ ചേർത്തി കൊടുക്കണേ, ഓയിലൊന്നും എടുക്കരുത്. നമ്മൾ ഈ വെളിച്ചെണ്ണ ചേർത്തുന്നത് ഓയിൽ ടേസ്റ്റ് ചേർത്തുന്നതും തമ്മിൽ നല്ല ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ട് ഇത് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക മസാല. എന്നിട്ട് നമ്മുടെ മീനിലേക്ക് നല്ല പോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മളിത് പുറത്താണ് വെക്കുന്നതെങ്കിൽ ഒരു 20-25 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അതാകുമ്പോൾ ഈ മസാല മീനിലേക്കൊക്കെ ഒന്ന് പിടിച്ചോളും. ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചത്, അപ്പോൾ അതൊരു 15 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നന്നായിട്ടിത് സെറ്റ് ചെയ്യാൻ വയ്ക്കുക കേട്ടോ. അപ്പോൾ മീനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാവുന്ന നേരത്ത് നമുക്കിതിലേക്ക് വേണ്ട മസാല എന്തൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മളില്ലേ നല്ല ചെറുതാക്കി അരിഞ്ഞ് വെച്ച് നമ്മുടെ സവാള ഇട്ട് കൊടുക്കുക. സവാള നല്ല ചെറുതാക്കി തന്നെ അരിയുക കേട്ടോ, അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ്. അപ്പം നല്ല കുനുകുന നമ്മൾ കോഴിമുട്ടയ്ക്കൊക്കെ അരിയില്ലേ, അതുപോലെ നല്ല ചെറുതാക്കി അരിഞ്ഞ് സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് തന്നെ അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സവാള വേഗം വഴണ്ട് കിട്ടും. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല സവാള നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി എല്ലാം ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യുമ്പോൾ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ സവാളയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഈ മസാല ഉണ്ടാക്കുന്നത് കുറച്ച് ക്ഷമ വേണ്ട പണിയാണ് കേട്ടോ. അങ്ങനെ നല്ല ക്ഷമ എടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഈ മസാലയ്ക്ക് ടേസ്റ്റ്. അപ്പോൾ നമ്മൾ കുറച്ച് പച്ചമുളകും പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില അരിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ, അതും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ തക്കാളി നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം കേട്ടോ. എന്നിട്ട് അത് നല്ല ചെറുതാക്കി അരിഞ്ഞിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് വെക്കുക. ഇളക്കി കൊടുക്കേണ്ട, ഒരു 5 മിനിറ്റ് തന്നെ ലോ ഫ്ലെയിമിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തക്കാളിയൊക്കെ നല്ല പോലെ വഴണ്ട് വരും. അപ്പോൾ തക്കാളിയൊക്കെ നല്ല പോലെ വഴന്ന് നമ്മളിങ്ങനെ ഉടച്ചുടച്ച് കൊടുത്ത് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ നല്ല പോലെ വഴന്ന് അതിൽ സവാളയിലൊക്കെ പിടിക്കും. അപ്പോൾ നല്ല പോലെ വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. അധികം മസാലയൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ, കുറച്ച് തന്നെ ചേർക്കുന്നുള്ളൂ. അപ്പോൾ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. സോറി 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂണ് മുളക് പൊടി, പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമ്മൾ ആദ്യം ഉള്ളി വഴറ്റാൻ വേണ്ടി ഉപ്പിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഉപ്പിടേണ്ട ആവശ്യമില്ല. ഉപ്പ് കറക്റ്റാണ്. ഉപ്പ് പോരെയോ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ ഇളക്കി മിക്സാക്കി എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ചെറുനാരങ്ങയില്ലേ, നമ്മൾ മീനിലേക്ക് എടുത്ത് വെച്ച് ബാക്കി ചെറുനാരങ്ങ, ആ ബാക്കി ചെറുനാരങ്ങയുടെ നീര് അതിന് നന്നായി ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ മിക്സാക്കി കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ഒഴിക്കേണ്ട ഒരു സാധനമുണ്ട്, നമ്മുടെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചതാട്ടോ അതിലേക്ക് ഒഴിക്കുന്നത്. ഇത് എന്തായാലും ഒഴിക്കണം കേട്ടോ, കാരണം ഈ ഗ്രേവിയുടെ ടേസ്റ്റ് കൂട്ടുന്നത് നമ്മുടെ തേങ്ങാപ്പാലാണ്. അപ്പോൾ ഇത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞതൊന്ന് കുറുകി വരുമ്പോൾ തേങ്ങാപ്പാലിലുള്ള എണ്ണയും നമ്മൾ അതുപോലെ ഇതിലൊഴിച്ച് ഓയിലും എല്ലാം കൂടെ തെളിഞ്ഞ് വരും. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് ഈ ഗ്രേവിക്ക്. അപ്പോൾ ഒഴിച്ച് കഴിഞ്ഞാൽ അധികം നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ് ഇളക്കിയാൽ തന്നെ ഈ തേങ്ങാപ്പാലൊക്കെ നന്നായി വറ്റി ഈ ഗ്രേവിയിൽ പിടിക്കും. നന്നായി ഇളക്കി വറ്റിച്ചെടുക്കണ്ട കേട്ടോ, കുറച്ച് ലൂസായിട്ട് തന്നെ നിന്നോട്ടെ. അതാകുമ്പോൾ നമ്മുടെ മീനിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആ മീനിലേക്ക് അതൊക്കെ പിടിച്ചിട്ട് അതൊരു നല്ല ടേസ്റ്റാണ്. അപ്പോൾ നന്നായി ഒരു 5 മിനിറ്റ് ഇളക്കിയപ്പോൾ തന്നെ നമ്മുടെ ഗ്രേവി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരിവ് എത്തുന്ന സമയത്ത് ഗ്യാസ് ഓഫാക്കാം കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സെറ്റായിട്ടുള്ള ഇതാ ഗ്രേവിയാണ്. അധികം ഓയിലുള്ളതായി തോന്നും, പക്ഷേ അധികം ഓയിലൊന്നുമില്ല. നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചില്ലേ ആ പാലിലുള്ള എണ്ണ പോലെ തോന്നുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ മസാല മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ഇനി സെറ്റാക്കി വെച്ച് നമ്മുടെ മീനുണ്ടല്ലോ, അത് ഞാൻ എന്താ ഫ്രിഡ്ജിൽ വെച്ചതിനോട് 15 മിനിറ്റാണ് വെച്ചത്. അപ്പോൾ ആ മീൻ നമുക്ക് ഒന്ന് നന്നായി പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്, ഓയിൽ ഒഴിക്കുന്നില്ല. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതാ നമ്മുടെ സെറ്റാക്കി വെച്ച മീനില്ലേ, ആ മീൻ നമുക്ക് പാനിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ, ഞാൻ വലിയ മീനായതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ചെറിയ കഷ്ണാക്കി മുറിക്കുമ്പോൾ അത് പെട്ടെന്ന് ഉള്ളൊക്കെ വെന്ത് വരും. പക്ഷേ ഇങ്ങനെ വലുതാക്കി വെക്കുന്നത് കൊണ്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടുന്നില്ലേ, ലോ ഫ്ലെയിമിലല്ലേ, അപ്പോൾ അത് വേവാൻ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു 15 മിനിറ്റൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു സൈഡ് വേവാൻ വെക്കുക കേട്ടോ. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് പിന്നെ 15 മിനിറ്റ് വെക്കാനില്ല, ഒരു 10 മിനിറ്റ് വെച്ചാലും മതി. അപ്പോൾ അതാ ഞാൻ ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു സൈഡ് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് വെന്ത ശേഷം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഒരു 10 മിനിറ്റ് നമ്മൾ ആ സൈഡും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മുടെ മീൻ നല്ല സെറ്റായിട്ട് വരും. അപ്പം മീൻ നല്ല സെറ്റായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് അത് നമ്മുടെ വാഴയിലേക്ക് വെച്ച് പൊതിഞ്ഞ് നമ്മളെന്താ പറയുക, മീൻ പൊള്ളിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വാഴയില മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ലപോലെ വാട്ടിയെടുക്കാം കേട്ടോ. ഞാൻ 2 വാഴയിലയിൽ ആക്കിയിട്ടാട്ടോ ഇത് ചെയ്യുന്നത്. കാരണം നമുക്ക് മടക്കുന്ന സമയത്ത് ചിലപ്പം ഈ ഇലയൊന്ന് കീറിപ്പോവുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഇങ്ങനെ ഗ്രേവി പുറത്തേക്ക് വരുമല്ലോ, അപ്പോൾ ഇത് അങ്ങനെ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 വാഴയില മുകളിലായിട്ട് വെച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ വാഴയിലേൻ്റെ മുകളിൽ നമ്മുടെ മസാല തേച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് മീൻ വെച്ചിട്ട് മീനിൻ്റെ മുകളിൽ നമ്മുടെ ഈ മസാല മുഴുവനായിട്ടിട്ടിട്ട് നമ്മൾ ഈ വാഴയില നന്നായി പൊതിഞ്ഞ് സെക്യൂർ ചെയ്യുക. നന്നായി പൊതിഞ്ഞ ശേഷം ഈ വാഴയുടെ ഇലയുടെ നാരില്ലേ, അത് വെച്ച് തന്നെയാട്ടോ ഞാൻ കെട്ടി കൊടുക്കുന്നത്. വേറെ ഒന്നും വെച്ച് കെട്ടണ്ട, അതൊക്കെ വെച്ചിട്ട് കെട്ടിയാൽ തന്നെ മതി, ഒരു കെട്ടിയാൽ തന്നെ മതി, നിന്നോളും. എന്നിട്ട് അങ്ങനെ നല്ലപോലെ അത് വെച്ച് സെക്യൂർ ചെയ്ത് കെട്ടി കൊടുത്തിട്ട് നമുക്ക് ഈ മീൻ വറുത്ത പാനില്ലേ, ആ പാൻ തന്നെ അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക പാന്. അങ്ങനെ ചൂടാക്കിയ ശേഷം പിന്നെ ലോ ഫ്ലെയിമിലേക്ക് ആക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ കെട്ടി വെച്ചിട്ടുള്ള നമ്മുടെ മീനില്ലേ അത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൊരു പ്ലേറ്റോ എന്തെങ്കിലും, കുറച്ച് വെയിറ്റിനൊന്ന് അമർന്ന് നിൽക്കാൻ വേണ്ടി ഒരു പ്ലേറ്റോ എന്തെങ്കിലും വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വയ്ക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു ഭാഗം ഒന്ന് ആയി കഴിയുമ്പോൾ അത് മറിച്ചിട്ട് അടുത്ത ഭാഗം അങ്ങനെ 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻ പൊള്ളിച്ചിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ ചൂടാക്കിയെടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഗ്രേവിയിലെ അതൊക്കെ ഒന്ന് മീനിലേക്ക് ഇറങ്ങാനാട്ടോ. അപ്പോൾ അത് ആ മീൻ പൊള്ളിച്ച് നമുക്ക് തുറന്ന് നോക്കാം. ഞാൻ ചൂടാറാനൊന്നും വെച്ചിട്ടില്ല, അതേ ചൂട് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ നമ്മൾ മീൻ പൊള്ളിച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇതാ തേങ്ങാപ്പാലുള്ള എണ്ണയും നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ ഒരു സൈഡിലേക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മീനിൽ നല്ല സെറ്റായി ഇരിക്കുന്നുണ്ട്. ഇത് കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. നമ്മുടെ മീനൊക്കെ നല്ല വെന്ത് മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്നും ഒരിക്കലെങ്കിലും മീൻ പൊള്ളിച്ച് നോക്കട്ടെ. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും പൊള്ളിക്കുക, അയിലയോ ഏതും ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾ ഇതുവരെ എങ്ങനെ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് കാണുമ്പോൾ കുറച്ച് ടൈം പിടിക്കും തോന്നും, പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ് കേട്ടോ. ഞാൻ എപ്പോഴും ചെയ്ത് നോക്കുന്ന രീതിയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ്